വിവാഹ കടയിലേക്ക് സ്വാഗതം. ഞാനിന്ന് കാണിക്കാൻ പോണത് ഒരു കുറ്റിക്കുരുമുളകാണേ. ഞാനിതിൻ്റെ ഒരു തല ഒരു 4 വർഷം മുന്നേ നട്ടതായിരുന്നേ. അത് നട്ടപ്പോൾ ഇവിടെ ഒരു ചെടി ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ അടിയിലൊരു കയ്യാല ഉണ്ടായിരുന്നു. കയ്യാലയ്ക്ക് കയറ്റി പടർത്താം എന്ന് വിചാരിച്ചായിരുന്നു ഞാനിരുന്നത്. എന്നാൽ ഈ ചെടി ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് പടർന്ന് വളർന്ന് കയറി ഈ ചെടിയിലേക്ക് നിറച്ച് കായുണ്ട്. ഇതുണ്ടോ, നിറച്ച് എല്ലാ വർഷവും ഒരു വർഷമായിട്ട് മുതൽ നിറച്ച് കായ കിട്ടുന്നുണ്ട്. ഉണ്ടല്ലേ, ഈ കമ്പുകളിലെല്ലാം ഉണ്ട്, നിറച്ച് കായുണ്ട്. ഉണ്ടോ, ഇത് ആ കമ്പിലും ഉണ്ട്. ഇങ്ങോട്ടെല്ലാം നിറച്ച് കായ് പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ചെടിയുടെ കൊമ്പുകളെല്ലാം ഞാൻ നീണ്ടു വരുമ്പോഴേക്കെല്ലാം മുറിച്ച് മാറ്റി നിർത്തും. കണ്ടോ, നിറച്ചൊരു കുറ്റിക്കുരുമുളകെന്ന് കിട്ടുന്നുണ്ടോ. ഇത് സ്ഥിരമായിട്ട് ചില മുളകുണ്ട്. ഒരു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്നും പച്ചക്കുരുമുളക് കിട്ടും. നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള കറിക്ക് വേണേൽ ഉപയോഗിക്കാം. ഞാനിതിടയ്ക്ക് അച്ചാറിടലുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ കുറ്റിക്കുരുമുളകിൻ്റെ അച്ചാർ, അല്ല പച്ചക്കുരുമുളക് കൊണ്ട് അച്ചാറിട്ടാലേ. ഇതിൻ്റെ ചുവടിയാണെന്ന് കാണിക്കാം. കണ്ടോ, ഞാനിത് ഒരു വള്ളി വെറുതെ നട്ടത്. അതിൻ്റെ ഉള്ളിൽ കയ്യാലയിലേക്ക് കയറ്റാവുന്ന ഓർത്താണ് ഞാൻ നട്ടതേ. എന്നാലത് ഈ ചെടിയിലേക്ക് ഇത് കയറി പടർന്നുകൊണ്ട് എനിക്ക് നല്ലൊരു വിളവ് തേന്ന് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, നിറച്ച് മുളകായത് പടർന്ന്. ഇങ്ങനെ ഞാൻ പറയുന്നത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ നമുക്കിപ്പോൾ ഒരു ചെടിച്ചട്ടിയിൽ നടാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഡ്രമ്മൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും നമ്മളൊരു കുറ്റിച്ചെടി അല്ലെങ്കിൽ വെറുതെ ആണെങ്കിലും നട്ടാൽ നമ്മളൊരു കയ്യാലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കയറ്റിയാൽ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള മുളക് നമുക്ക് ധാരാളമായിട്ട് കിട്ടും. ഞാൻ ചെറിയ കൃഷി രീതികളാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റിയ വലിയ ചിലവൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റിയ ചെറിയ കൃഷി രീതികളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ടോ. കുറച്ച് ധാരാളം മുളകുണ്ട് ഇതേൽ കണ്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.